been a pleasure, and I think this is going to make a big change in not only the sporting area, but I think in the overall economy for Trivandrum, and also you're going to have a lot of youth move from other areas into something which is more healthy and more supportive for them and society. The large mass of students and the young folks from the rural side will have a massive window which will take them to international football. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരിനമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും നന്മയുടെയും ഒക്കെ തന്നെ ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇവിടെ കൊമ്പൻസ് എന്ന് പറയുന്ന ടീമിൽ 7 വിദേശ കളിക്കാർ കളിക്കുന്നുണ്ട്. അത് നമ്മുടെ കളിക്കാർക്കൊരു ആവേശമായിരിക്കും അവരുടെ കളി. അതാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്നത്. ചിലർ ചോദിച്ചു, വിദേശ കളിക്കാരെ കൊണ്ട് കളിച്ചാൽ നമുക്ക് എന്താ ഗുണം? അവരുടെ കളിയും അവരുടെ സാമർഥ്യവും അവരുടെ ടെക്നിക്കും ഒക്കെ തന്നെ നമ്മുടെ കളിക്കാരെ കണ്ട് പഠിക്കുന്നതിന് വേണ്ടി കൂടി ഒരു അവസരമാണ് അവർ ഒരുക്കുന്നത് എന്നുള്ള കാര്യം അവർ സൂചിപ്പിക്കുന്നു. Okay guys, I am coach Sérgio Alexandre. I am very happy today to present our captain, Patrick Mota. He is an experienced player. He can give good support for the younger players for our team. And let's go to fight together, and we need our support and no combats. Hello everyone, my name is Patrick Mota. I'm from Brazil. I play midfield. I'm an owner, captain here in Combans FC. I will do working very hard in Goa. We start the cup 10th September. We need the support for us. Let's go in Combans. ഒരു കാലഘട്ടം വരെ തിരുവനന്തപുരം ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമായിരുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ നിരവധി ഫുട്ബോൾ മത്സരങ്ങൾ നടന്നതും അവിടെ കാണികളായി പോയിരുന്നതും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. നഷ്ടപ്പെട്ടു പോയ ഫുട്ബോളിന്റെ പ്രതാപം തിരുവനന്തപുരത്തിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കരകൾ നിറയെ അലകൾ ഉയരെ ചുണയുടെ പുതുക്കോ